ഹായ് നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് രേണുസുതിയെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയാനുണ്ട്. ഈ രേണുസുതിയെ കുറിച്ചിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാന് അവർക്ക് രോഗമാണെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് മുന്നേ ഞാൻ അവരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ നിർത്തി. തെറിവിളി കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാത്രമല്ല എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ് എല്ലാവരും നിർത്തി. അത് ഇവർക്ക് ഈ രോഗം വരുന്നതിന് മുന്നേ നമ്മൾ നിർത്തി. കാരണം അത്രമാത്രം തെറിവിളി നമ്മൾ ഇവരുടെ കുറെ ആൾക്കാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർത്തിയത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും വീട്ടുകാരെ ആണെങ്കിലും തലങ്ങ് വിലങ്ങ് നോക്കാണ്ടാണ് തെറി വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നടത്തിയിട്ട് നാളെ ഒരുപാട്. പക്ഷെ ഇപ്പം നമ്മൾ കിച്ചുവിന്റെ എന്തെങ്കിലും വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പൊതുവെ കണ്ടുവരുന്നത്, ഇപ്പം കൂടെ നിൽക്കുന്ന ആളാണെങ്കിലും അല്ലാണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും, ഈ പ്രത്യേകിച്ച് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഒന്ന് പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് തന്നെ ഈ കണ്ടന്റ്. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, റീച്ച് ഇല്ലാണ്ട് ഒട്ടും ഓടാണ്ട് കിടക്കുന്ന രീതിയിലുള്ള ഇതുപോലും ഇവരുടെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് അത് കാണാൻ വേണ്ടിയിട്ട് എന്താണ് അതിനുള്ളിൽ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്റെ അഭിപ്രായത്തില് അവര് വെറുതെ വിട്ടേക്ക്. അവർക്ക് ഇപ്പൊ രോഗമുണ്ട്, അവരെങ്ങനെയെങ്കിലും സുഖം പ്രാപിച്ച് വരട്ടെ, ഞാൻ അതേ പറയുന്നുള്ളൂ. കാരണം എന്റെ അമ്മയ്ക്ക് ഈ ഒരു ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അതും മനസ്സിലിങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ ഡെയിലി, അതായത് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരും ഡെയിലി ഇവരെ കുറിച്ച് മാത്രം വീഡിയോസ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് അവരങ്ങ് വിട്ടേക്ക്, അവരെന്തോ ചെയ്യട്ടെ, അവർ ജീവിക്കട്ടെ, അവര് ആ ഒരു അസുഖത്തിൽ നിന്ന് മുക്തി നേടി വരട്ടെ, അവരുടെ ജീവിതം അവരെന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. മറ്റുള്ളവരെ എന്താ പറയാ, പ്രത്യേകിച്ച് ഇവരുടെ കണ്ടന്റ് എടുത്തിട്ട് ആരും ചെയ്യാണ്ടിരിക്കുക. നമുക്ക് എത്രയോ കണ്ടന്റുകൾ വരുന്നുണ്ട്, ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ കണ്ടന്റുകൾ വരുന്നുണ്ട്, അതിൽ നിന്ന് എടുത്ത് ചെയ്യുക. പക്ഷെ ഇവരെ കുറിച്ചിട്ട് മാക്സിമം ആരും ചെയ്യാണ്ടിരിക്കുക. അവർ പോട്ടെ. ഇനി അവർക്ക് എന്തെങ്കിലും വലുത് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾ എല്ലാരും കൂടിയാണ് അവർക്ക് കൊടുത്തത്. ഇപ്പോഴേ പറയുന്നുണ്ട് അവർക്കൊക്കെ എല്ലാരും ഈ ഒരു അസുഖം കൊടുത്തതേ ഈ ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് എന്നാണ് പറയുന്നത്. അതിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പം ഈ വീഡിയോസ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കാനുള്ളത്, കൂടുതലും ഞാൻ പറയുന്നത് വെച്ചാല് ഇവർക്ക് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരെ കുറിച്ചിട്ടാണ് ഇടുന്നത്. സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഇടുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലും കിച്ചുവിന്റെ വീഡിയോ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടത്, ഇല്ലെങ്കിൽ ഞാൻ ഇടത്തില്ലായിരുന്നു. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനെ അവരെ വെച്ചിട്ട് എനിക്ക് പണം സമ്പാദിക്കണം, ഞാൻ കൊട്ടാരം കെട്ടിയിട്ടോ ഒന്നുമില്ല. അങ്ങനെ ഒന്നും നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നത്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അത് പറഞ്ഞിട്ടുണ്ട്, ഇനി അവർ എന്ത് കാണിച്ചാലും നമുക്ക് അതിനൊരു മൈൻഡേ ഇല്ല, നമ്മൾ ചെയ്യാനും പോകുന്നില്ല. അല്ലാണ്ട് ഇത് ഞാൻ നന്മ കാണിച്ചിട്ടൊന്നുമല്ല, എനിക്ക് എന്റെ മനസ്ഥിതിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഇവരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നടത്തിയിട്ട് നാളുകളായി. പക്ഷെ എന്നാലും നമ്മളുടെ പല വീഡിയോസിന്റെ അടിയിലും ഇപ്പോഴും വന്നിട്ട് നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോടൊക്കെയാണ് പറയുന്നത്, ഈ നമ്മളെയൊക്കെ തെറി പറയുന്ന നേരത്ത് നിങ്ങൾ പോയി അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് അല്പം പ്രാർത്ഥിക്കും. അതാണ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് അവര് കാണിച്ചതൊന്നും ഇനി കാണിച്ചില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കാണിച്ചതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുമ്പോഴത്തേക്കാണ് അവർ വീണ്ടും വീണ്ടും ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് പോയിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല പോയിട്ടുള്ളത്. ഇപ്പം അവരെങ്ങനെയെങ്കിലും സുഖം പ്രാപിച്ച് വരട്ടെ. കാരണം ഇവര് മാത്രമല്ല ഈ ഒരു ലോകത്തുള്ളത്, വേറെ ഒരുപാട് ആൾക്കാർ ഇത് മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന വീഡിയോസിന്റെ ഒരു ഭാഗമെങ്കിലും മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാം. അപ്പം അത് അവരുടെ രീതിയിൽ അങ്ങ് പോകട്ടെ, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് അതിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവരുടെ ജീവിതം, അവരുടെ ഫാമിലി, അവരുടെ ഇത്, പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവർ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇത് ആരും നന്മ പറയാനോ ഞാൻ നന്മ ആകുന്നതോ ഒന്നുമല്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പൊതുവെ പറയണമെന്ന് തോന്നി. കാരണം നമുക്ക് അത്രമാത്രം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുത്തുകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ എന്തോ കാണിച്ചു, നമ്മൾ എന്തോ പറഞ്ഞു, അവര് ഈ സോഷ്യൽ മീഡിയയില് മുന്നേക്ക് കാണിച്ചിട്ടുള്ളതും പറഞ്ഞതുമാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അവരടുത്ത് പോയി അവരുടെ വീട്ടിൽ പോയി നമ്മൾ ഒളിക്യാമറ വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആരായാലും എടുത്തിട്ടുള്ളൂ, അത് തന്നെയാണ് എല്ലാവരും ഇട്ടിട്ടുള്ളത്. അപ്പോ ഇവരുടെ വായിൽ നിന്ന് വരുന്ന കുറെ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ഇടുന്നത്. ഇപ്പൊ പൊതുവെ എനിക്ക് പറയാനുള്ളത്, ഇവരെ കുറിച്ചിട്ട് ആരും ഇടാണ്ടിരിക്കുക. കാരണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ തെറിവിളിയാണ്. ആ തെറിവിളി ഒരാൾ പറഞ്ഞു 10-15 പേര് ഒരുമിച്ച് നമ്മളെ പറയാണ്. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ വല്ല ആവശ്യമുണ്ടോന്ന് വെച്ചാല്. അവര് വല്ല ഷൂട്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ശരി. ഇപ്പൊ അങ്ങനെയല്ല, അവര് ഒരു രോഗത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ ഒരു രോഗത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടട്ടെ പറയുന്നത്. എന്റെ അമ്മയ്ക്ക് ഈ ഒരു അസുഖം ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് അറിയാം എന്റെ ബുദ്ധിമുട്ട്. അമ്മ പറയുമായിരുന്നു,
എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഈ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന സ്ഥലത്ത് പോലും ഈച്ച വന്നിരിക്കുമെന്ന് അത്രയും കഷ്ടം. അതായത് പ്രസവിക്കുന്നതിന് മുന്നേ ആണ് അമ്മയ്ക്ക് ആ ഒരു രോഗം വരുന്നത്. പക്ഷെ എനിക്ക് 1 വയസ്സായപ്പോൾ പോലും അമ്മയ്ക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നാള് 8 വർഷത്തോളം അമ്മ അത് കൊണ്ടു നടന്നു. അതിനുശേഷമാണ് ആ ഒരു അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം എന്റെ വേദന എത്ര. അപ്പം ആരും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ല, എനിക്ക് തോന്നിയ കാര്യം. കാരണം നമ്മളിപ്പോ ഏത് വീഡിയോസ് ഇട്ടുന്നാലും അതിന്റെ അടിയിൽ വന്നിട്ട് ഭയങ്കര മോശം കമന്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി പറയുകയാണെങ്കിൽ കൂടി അതിനെതിരെയും പറയുന്നത് നമ്മൾ രേണുസുതിയെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതിന്റെ വല്ല കാര്യമുണ്ടോ? നമ്മള് ഈ അവര് പറഞ്ഞ കാര്യം പബ്ലിക്കിൽ വന്നിട്ട് അവര് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞതിനാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ കാര്യമില്ല. അപ്പൊ വെറുതെ എന്തിനാണ് അതിന്റെ പുറകെ പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അന്നൊന്നും എന്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മനുഷ്യരില്ലായിരുന്നു. എന്റെ അമ്മ ഒറ്റ കഷ്ടപ്പെട്ടിട്ടും അവസാനം നമ്മുടെ വീടിനടുത്തുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു സ്വാമിജിയാണ് എന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എന്റെ അമ്മയെ ചികിത്സിച്ചതും ആ ഒരു രോഗത്തിൽ നിന്നും മുക്തി നേടിക്കൊടുത്തതും ആ ഒരു സ്വാമിജിയായിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയും, നമ്മൾ ഈ ഒരു അസുഖം വരുന്ന ആൾക്കാരെ മാക്സിമം അവരവരുടേതായിട്ടുള്ള രീതിയിൽ പോകട്ടെ. വെറുതെ എന്തിനാണ് അവരെ ശല്യപ്പെടുത്തുന്നത്? അവര് അവരുടെ സന്തോഷത്തിൽ എങ്ങനെയോ ഇരിക്കട്ടെ. പക്ഷെ നമ്മളെയൊക്കെ അമ്മ ബുദ്ധിമുട്ടിയ പോലെയൊന്നും ഇവരെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഒരു മനുഷ്യനും സഹായത്തിന് പോലും ഒരു ദാഹ വെള്ളം എടുത്തു കൊടുക്കാൻ പോലും സഹായത്തിനില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ താണ്ടിയിട്ടാണ് ഇന്ന് ഈ അവസ്ഥയിൽ എന്റെ അമ്മയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഈ അസുഖം പോകും, എല്ലാ ആൾക്കാർക്കും പോകും. പക്ഷെ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാനും പറയുന്നുണ്ട്. മാക്സിമം ഇവരെ കുറിച്ചിട്ട് ആരും വീഡിയോസ് ഇടാണ്ടിരിക്കുക.